കോഴിക്കോട് പയ്യാനക്കല്ലാണ് ജിംനേഷ്യത്തിന്റെ മറവിൽ വൻ ലഹരി കച്ചവടം. 250 ഗ്രാം MDMAയും 40 ഗ്രാം കഞ്ചാവുമാണ് പോലീസ് പിടിച്ചെടുത്തത്. ബേപ്പൂർ സ്വദേശികളായ ജംഷീർ ഇജാസ്, ഫറോക്ക്, ചുങ്കത്ത് സ്വദേശി അർഷാദ് എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ബാക്ക് ടു ഫിറ്റ് എന്ന ജിംനേഷ്യത്തിന്റെ മറവിലായിരുന്നു ഈ ലഹരി കച്ചവടം. പിടിയിലായവർ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കാനും ശ്രമിച്ചു. ദൃശ്യങ്ങൾ ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകും. ഷഹദ്, ജിമ്മിന്റെ മറവിലാണ് ലഹരി കച്ചവടം. ഇതെങ്ങനെയാണ് ഈ വിവരം പോലീസ് അറിയുന്നത്? എങ്ങനെയാണ് ഇവരിലേക്ക് എത്തുന്നത്? ഇപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഒരു സമയത്ത് ഈ ലഹരി വിൽപ്പനക്കാർ പല മാർഗങ്ങൾ തേടുകയാണ്. ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ലഹരി വിൽക്കാൻ. ഈ ഒരു ജിമ്മ് ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരുന്ന, ഏകദേശം 200-ലധികം ആളുകൾ വന്നുകൊണ്ടിരുന്ന ഒരു ജിമ്മാണ്. അപ്പോൾ അവരെയും ഈ ലഹരി സംഘം അവരുടെ ഇരകളാക്കിയിട്ടുണ്ടോ ഷഹദ്? ബാക്ക് ടു ഫിറ്റ് എന്ന് പറയുന്ന ഫിറ്റ്നസ് സ്ഥാപനത്തിൽ നടന്നുകൊണ്ടിരുന്നത് അവിടെ ലഹരി ഇടപാടുകളാണ് എന്നുള്ള വിവരമാണ് ഇന്ന് രാവിലെ തന്നെ കോഴിക്കോട് ഞെട്ടലോടെ കേൾക്കുകയും ഒപ്പം തന്നെ കാണുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. കഴിഞ്ഞ ഒരു വർഷക്കാലമായി അവിടെ ലഹരി ഇടപാടുകളാണ് നടക്കുന്നത് എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇന്ന് പോലീസ് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. 250 ഗ്രാം MDMAയും ഒപ്പം തന്നെ 40 ഗ്രാം കഞ്ചാവും ഈ സ്ഥാപനത്തിൽ നിന്ന് കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. കൂടാതെ പണവും അവിടെ നിന്ന് കണ്ടെത്തി എന്നുള്ളതാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഡാൻസ് ഓഫ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഈ ജിമ്മും ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഈ പരിശീലകരും ഒക്കെ തന്നെ. 100 കണക്കിന് ആളുകളാണ് അവിടെ പരിശീലനത്തിനായി എത്തുന്നത്. എന്നാൽ ഈ ജിം ഉടമയുടെ സഹായത്തോടു കൂടിയിട്ടാണ് അവിടെ ഇത്തരത്തിൽ ഈ ലഹരി ഇടപാട് നടക്കുന്നത് എന്ന വിവരമാണ് പോലീസ് പറയുന്നത്. കാരണം അവിടെ എത്തുന്ന ചില ആളുകൾക്ക് അല്ലെങ്കിൽ കുറെ അധികം ആളുകൾക്ക് അല്ലെങ്കിൽ പുറത്തുനിന്ന് അവിടേക്ക് വരുന്ന ആളുകൾക്കൊക്കെ തന്നെ അവിടെ ഇത്തരത്തിൽ ലഹരി വിൽപ്പന നടത്തുന്ന അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കാനുള്ള സൗകര്യം ഒരുക്കി നൽകുന്നു എന്നുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇന്ന് രാവിലെ പോലീസ് പറയുകയും ഒപ്പം തന്നെ അവിടെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഡാൻസ് ഓഫും ഒപ്പം തന്നെ പോലീസും ഈ സംഭവ സ്ഥലത്ത് എത്തിയ ഉടൻ തന്നെ ഈ പ്രതികളായിട്ടുള്ള, അതായത് ജിംനേഷ്യത്തിന്റെ ഉടമയും ഒപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്ന 2 യുവാക്കളും അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് പോലീസ് അതിസാഹസികമായിട്ടാണ് ഈ 2 പേരെയും പിടികൂടിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. ബേപ്പൂർ സ്വദേശിയായിട്ടുള്ള അർഷാദ് എന്ന് പറയുന്ന യുവാവ്, ഒപ്പം തന്നെ ഈ ജിം ഉടമയായിട്ടുള്ള, അതായത് ജിംനേഷ്യത്തിന്റെ ഉടമയായിട്ടുള്ള ജംഷീർ, അതുപോലെ തന്നെ ഇജാസ്, ഈ 3 പേരുമാണ് ഇന്ന് അറസ്റ്റിലായിട്ടുള്ളത്. ഇതിൽ ഈ ബേപ്പൂർ സ്വദേശിയായിട്ടുള്ള അർഷാദ് ഇതിനു മുൻപും ലഹരി കേസുകളിൽ ഉൾപ്പെട്ട ആളാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഇത് ആർക്കെല്ലാമാണ് ഇവർ വിതരണം ചെയ്യുന്നത്, എവിടെ നിന്നുമാണ് ഇത് കൊണ്ടുവരുന്നത്, ഒപ്പം തന്നെ ഇത് അറിയാവുന്ന ആളുകൾ ആരൊക്കെയാണ്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന നടക്കുന്നുണ്ട്. ഇതിന്റെ വരും അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ ഇതിന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ വരും ദിവസങ്ങളിൽ വരും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല.